എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം, വെള്ളത്തിനരികെ വസിക്കുക. ലിവ് ബൈ ദ വാട്ടർ. സങ്കീർത്തനം 1-ാം 3 മുതൽ 6 വരെയുള്ള തിരുവചന വിഭാഗങ്ങൾ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവൻ കാറ്റത്ത് പാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. He is like a tree planted by streams of water that yields its fruit in its season, and its leaf does not wither. In all that he does, he prospers. The wicked are not so, but are like chaff that the wind drives away. Therefore, the wicked will not stand in the judgment, nor sinners in the congregation of the righteous. For the Lord knows the way of righteous, but the way of the wicked will perish. Amen. പരിശുദ്ധാത്മാവേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ, പഠിപ്പിച്ചേരണമേ. അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വെള്ളത്തിനരികെ വസിക്കുക. ലിവ് ബൈ ദ വാട്ടർ. സഹോദരങ്ങളെ, ഈ മരം ഒരു അനുഗ്രഹമാണ്. അത് മണ്ണൊലിപ്പ് തടയുന്നു, തണൽ തരുന്നു, ഫലങ്ങൾ തരുന്നു. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് തൻ്റെ വേരുകളെ ഇറക്കിയവൻ ഒരു വൃക്ഷത്തെ പോലെയാണ്. 3-ാമത്തെ വാക്യത്തിൽ നാം അത് വായിച്ചു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന പലരും ശക്തമായ വൃക്ഷങ്ങളെപ്പോലെ അല്ല, മറിച്ച് വേരില്ലാത്ത കൃത്രിമ ചെടികൾ പോലെയും കൃത്രിമ പൂക്കളെപ്പോലെയും ആണ്. ചില സമയത്തേക്ക് അവ ഭംഗിയുള്ളതായിരിക്കും, പക്ഷേ പെട്ടെന്ന് ഇല്ലാതെയാകും. ഒരു വൃക്ഷത്തിന് ജീവിക്കുവാൻ വെളിച്ചം, വെള്ളം, വേരുകൾ എന്നിവ ആവശ്യമാണ്. നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ
വേണ്ടുന്ന വിഭവങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മുടെ വേരുകൾ എവിടെയാണ്? നമ്മുടെ വേരുകൾ എവിടെയാണ്? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നവനാണ്. വരണ്ടതും വാടിയതും തൻ്റെ കഴിവിൽ മാത്രം ആശ്രയിക്കുന്നതുമായ ക്രിസ്ത്യാനികളെ പോലെ ആകാതിരിപ്പാൻ നാം കരുതിക്കൊള്ളേണം. അവർ ഉപദേശത്തിന്റെ ഏത് കാറ്റിനാലും വീഴുന്ന പാഴ്ചെടികളാണ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചോളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. അവർ ചെയ്യുന്നത് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുകയും. ദുരുപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റൊരു സുവിശേഷത്തിന് ചെവി കൊടുക്കരുത്. 3-ാം വാക്യത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ 1-ഉം 2-ഉം വാക്യത്തിലെ വ്യവസ്ഥകൾ നാം പാലിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ചിന്തിച്ചു, പഠിച്ചു. വെള്ളത്തിനരികെ സ്ഥിതി ചെയ്യുവാൻ ഒന്നാമത് നാം ലോകത്തോട് വേർപെടണം. പിന്നീട് നാം ദൈവവചനത്താൽ പൂരിതരാകണം, നിറയപ്പെടണം. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ ഈ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നാം ചില വ്യവസ്ഥകൾ പാലിക്കണം. നമുക്ക് വേരുകൾ ഉള്ളപ്പോൾ മാത്രമേ നാം ഫലം കായ്ക്കുകയുള്ളൂ. അതാത് കാലങ്ങളിൽ ഫലം കൊടുപ്പാനായി നാം ആത്മീയ ഉറവിടങ്ങളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കണം. ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ആത്മാവിനെ നമ്മിൽ പ്രവർത്തിക്കുവാൻ, നമ്മിൽ കൂടെ പ്രവർത്തിക്കുവാനും നാം അനുവദിച്ചു കൊടുക്കണം. എന്നാൽ ഒരു ദൈവവിശ്വാസിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദൈവവിശ്വാസി അല്ലാത്തവൻ വൃക്ഷത്തെ പോലെ അല്ല, മറിച്ച് അവൻ പതിരാണ്. ഈ പതിരിന് വേരുകളില്ല, അത് ഫലം പുറപ്പെടുവിക്കുന്നതുമില്ല. അതിനെ കാറ്റ് പറപ്പിച്ചു കൊണ്ടുപോകും. ദൈവമില്ലാത്തവൻ ദൈവവചനത്തെ തിരസ്കരിക്കുന്നു. അവൻ പ്രത്യാശയില്ലാതെ നശിച്ചു പോകുന്നു. അതാണ് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാം യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന നിലയ്ക്ക് ഒരിക്കലും ദൈവമില്ലാത്തവനെ തിരസ്കരിക്കരുത്. പ്രത്യുത അവനെ നേടണം. നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കും, തീർച്ചയായും അനുഗ്രഹിക്കും. നഷ്ടപ്പെട്ടവരെ നേടേണ്ടതിന് ആത്മീയ ഫലങ്ങൾ കായ്ക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ ഒരു വൃക്ഷത്തെ പോലെയാണോ അതോ പതിരു പോലെയാണോ? ഫലം കായ്ക്കുവാൻ ദൈവിക വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഏറ്റവും പ്രാധാന്യമേറിയത് നമ്മുടെ വേരുകൾ എവിടെയാണ് എന്നതാണ്. We must be rooted in Christ only. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ വേരൂന്നിയിരിക്കണം നമ്മൾ. നമ്മുടെ വേരുകൾ ദൈവകൃപയാകുന്ന ആത്മീയ വിഭവങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ നാം വേണ്ട വിധത്തിൽ ഫലം കായ്ക്കുകയുള്ളൂ. നമുക്കിതിൽ സന്തോഷിക്കാം. നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണം ഈ സത്യമായിരിക്കട്ടെ. നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുവാൻ, നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് നൽകിയ നിത്യമായ സ്വാതന്ത്ര്യത്തിനായി, വിടുതലിനായി നന്ദി പറയുന്നു. അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈ സത്യത്താൽ അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറ്റരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇലവാടാത്തതുമായ ഫലം കായ്ക്കുന്നതുമായ വൃക്ഷമായി നിന്റെ രാജ്യത്തിലേക്ക് അനേകരെ നേടുന്ന ഒരു യഥാർത്ഥ വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. തിരുവചനം ശ്രവിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വിപരീത ഉപദേശങ്ങളെ പ്രസ്താവിക്കുന്ന കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഓരോ കൂട്ടായ്മകൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇല വാടാതെ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന വിശുദ്ധ മക്കളായി സന്തോഷത്തോടെ ജീവിക്കുവാൻ അവരെ സഹായിക്കണം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും വന്നിരിക്കുക. സ്തോത്രം.
രോഗികളായ ഹോസ്പിറ്റൽ ആയിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വച്ചിരിക്കുക. സ്തോത്രം. അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തും അഴിക്കപ്പെടും. ഈ അധികാരത്തോടെ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയ സ്പർശനം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുക. സ്തോത്രം. ഞങ്ങൾക്ക് തരുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം, ആത്മീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും തിരുക്കരങ്ങളിൽ തരുന്നു, എല്ലാ പ്രവൃത്തികളെയും തിരുക്കരങ്ങളിൽ തരുന്നു. അവിടുത്തെ ഹിതം നിറവേറ്റി ജീവിക്കുന്നവരായി മുന്നോട്ടോടുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരായിരിക്കുന്ന അവസ്ഥയിൽ ഇലവാടിപ്പോകാതെ അങ്ങയിൽ വേരുറച്ച് സന്തോഷത്തോടെ മുന്നോട്ടോടുവാൻ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾ യൗവനത്തിൽ തുച്ഛീകരിക്കപ്പെടാതെ കർത്താവേ, അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ഹനോക്കുമാരായി ജീവിക്കുവാൻ അവരെ സഹായിക്കണം. പ്രാർത്ഥനയാചനം കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വാതിലുകളടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകളടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പകരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല.